മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. വിടാമുയർച്ചി അജിത് കുമാർ, പുള്ളിയെ തലേ എന്ന് വിളിക്കുന്നത് പുള്ളിക്ക് ഇഷ്ടമല്ല. സോ അജിത് കുമാർ സിനിമ വന്നിരിക്കുകയാണ് ആഫ്റ്റർ എ ലോങ് ടൈം. ജാനുവരി ഇറങ്ങായിരുന്ന സിനിമയായിരുന്നു. ബട്ട് ഐ തിങ്ക് മറ്റേ പാരമൗണ്ടിൻ്റെയൊക്കെ ഇത് ഒരു ഇംഗ്ലീഷ് സിനിമയുടെ റീമേക്കാണ്. അപ്പോൾ അവന്മാർ ആരോ ചാണ്ടി കൊടുത്ത് അവസാനം കലിപ്പായി പാരമൗണ്ട് കാശ് ചോദിച്ച് അങ്ങനെ എന്തൊക്കെയോ. ഇപ്പോൾ എങ്ങനെയാണ് ഈ സിനിമ ഇറക്കിയേക്കണതെന്ന് അറിഞ്ഞൂടാ. സാധനം സോൾവ് ആയോ ഇല്ലയോ, നോ ഐഡിയ. ഞാൻ ആ പടം കണ്ടിട്ടില്ല. എന്തോ ബ്രേക്ക് ഡൗണോ അങ്ങനെ എന്തോ ഒരു പഴയ പടമാണ്, ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പടം എനിക്ക് ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റിയെന്ന്, ടു ബി ഓണസ്റ്റ്. രസകരമായിട്ടുള്ള ഒരു പടം. നമുക്കങ്ങനെ ഭയാനകം, കിടിലം, ഗംഭീരം, വേറെ ലെവൽ എന്നൊന്നും പറയാനില്ല. ഇറ്റ്സ് എ വെരി ഗുഡ് ആക്ഷൻ മൂവി. എസ്പെഷ്യലി ആക്ഷൻ വൈസ് വളരെ ഒരു റിയലിസ്റ്റിക് അപ്രോച്ചാണ് അവന്മാർ എടുത്തേക്കുന്നത്. ഒരു ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റ് അങ്ങനത്തെ പരിപാടിയാണ്. അതായത് ഈ അധികം മറ്റേ വെടിയും പുകയൊന്നും കാണിക്കാതെ മിനിമലായിട്ടുള്ള ഒരു ഫൈറ്റ് പരിപാടി. അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. നല്ല ഫൈറ്റ് കോറിയോഗ്രാഫി ആയിരുന്നു. അത് ആരാണ് ചെയ്തേക്കണതെന്ന് എനിക്ക് അറിയില്ല. സിനിമാറ്റോഗ്രാഫി ഓം പ്രകാശ് എന്ന് പറഞ്ഞ മനുഷ്യനാണ്. അടിപൊളി. എഡിറ്റഡ് ബൈ NB ശ്രീകാന്ത്. മ്യൂസിക് അനിരുദ്ധ്. നൈസായിരുന്നു. അവസാനം മറ്റേ വിടാമുയർച്ചി പാട്ട് 2 ഐറ്റമൊക്കെ ഇങ്ങനെ പ്ലേ ചെയ്യണുണ്ടായിരുന്നു. അതിനേയും കാട്ടിലും അനിരുദ്ധിന് അവിടെ വേറെ ഏതെങ്കിലും ഒരു പോർഷൻ, വേറെ എന്തെങ്കിലും സാധനം കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയത്. കിട്ടിലൊരു മൂവ്മെൻ്റ് ഉണ്ട് ഈ പടത്തിൽ. അത് തിയേറ്റർ മൊത്തം ക്ലാപ്പ് അടിച്ചൊരു മൂവ്മെൻറ്റുമാണ്. നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഒരു മൂവ്മെൻറ്റുമായിരുന്നു. അത് സൂപ്പറായിട്ട് അവർ എടുത്ത് വെച്ചിട്ടുണ്ട്. കിടിലായിരുന്നു. പിന്നെ ആസ് ഓൾവേസ് അജിത് കുമാർ വാസ് ഫാൻറ്റാസ്റ്റിക്. അത് പുള്ളിയുടേതായ കാര്യങ്ങൾ വളരെ പക്കയായിട്ട് ചെയ്യും. ഭയങ്കര ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള മനുഷ്യനാണ് പുള്ളി. ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ടെൻഷനും ആ ഒരു ഇതെന്താണെന്ന് മനസ്സിലാവാത്ത സാധനം, അതൊക്കെ പുള്ളി കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ട്രിഷയ്ക്ക് അങ്ങനത്തെ റോളില്ല, എന്നാലും ഉള്ളത് ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ അവരുടെ റിലേഷൻഷിപ്പൊക്കെ കാണിക്കുന്നുണ്ട്. ദേ ആർ ലൈക്ക് ഗോയിങ് ത്രൂ എ വെരി ടഫ് ഫേസ് ഇൻ ലൈഫ് വെൻ ഇറ്റ് കംസ് ടു റിലേഷൻഷിപ്പ്. ഭയങ്കര രസമായിട്ട് അത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് പെൺകുട്ടികൾ ചില വളരെ ചെറിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത്. അതായത് നിന്ന് എപ്പോഴെങ്കിലും നമ്മളൊരു വി ബൈ ദം ഫ്ലവേഴ്സ് ഓർ ഗിവ് ദം ടൈം, ഗിവ് ദം അറ്റൻഷൻ. ഇതൊക്കെ ആണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. ചില കുറച്ച് ഭയങ്കര ഹെക്റ്റിക്കായിട്ട് ഓടി നടങ്ങുന്ന ചെറുക്കന്മാർക്ക് അത് മനസ്സിലാവില്ല. ഞാൻ എപ്പോഴും ചിലപ്പോഴൊക്കെ ചോദിക്കണം, നിങ്ങൾ പറ എന്നാലല്ലേ ഇനി മനസ്സിലാവുള്ളൂ എന്ന് ഞാൻ എപ്പോഴും പറയും. ബട്ട് ഫോർ ദെം ഇറ്റ്സ് ലൈക്ക് നമ്മൾ പറയാതെ ചെയ്യണം. മനസ്സിലായില്ല? അങ്ങനത്തെ ഒരു സാധനമുണ്ട്. പിന്നെ നമ്മൾ ലൈഫിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് വി വിൽ ബി ബിസി വിത്ത് അവർ ലൈഫ്, അവർ ഫാമിലി, ദ തിങ്സ്. നമുക്കറിയാൻ പറ്റില്ല. അത് അങ്ങനെയാണത്. ചില സമയത്ത് അങ്ങനെയാണ്. എപ്പോഴും നമുക്ക് മറ്റേ ഷാറുഖ് ഖാനെ പോലെ ഇങ്ങനെയൊക്കെ നിന്ന് പാനിപ്പൂരി വാങ്ങിച്ചു കൊടുക്കുക, അങ്ങനെ അത് ഒരു പോയിന്റ്, അത് രസമാണ്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ഫേസിങ് ലൈഫ് ആൻഡ് ഡീലിംഗ് വിത്ത് സ്റ്റഫ്, ഇറ്റ് ഈസ് വെരി ഹാർഡ്. ആണുങ്ങളുടെ കാര്യം അത് വേറൊരു ഇതാണ്. നമ്മൾ ആർക്കും പറയൂല. നമ്മളെങ്ങനെ അത് സോൾവ് ചെയ്ത് പോകാമെന്നേ ചിന്തിക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ നിങ്ങൾക്ക് അത് പറയാറില്ല. പക്ഷേ വി ആർ ഗോയിങ് ത്രൂ ലോട്ട് ഓഫ് തിങ്സ് ഇൻ ഹെഡ്. ഇതിൻ്റെ ഇടയിൽ കുറേ കണ്ണം തിരിവ് കാണിക്കുന്ന കുറേ ഊളന്മാരുണ്ട്. അത് വൃത്തിയേട്ടന്മാർ കുറേ എണ്ണം കെട്ടിയിട്ട് മറ്റേ ആ പരിപാടി അത് ഇപ്പോൾ പെണ്ണുങ്ങളും ചെയ്യാറുണ്ട്. അതിൽ അങ്ങനെയൊന്നുമില്ല. അതായത് അവർക്ക് സ്നേഹം എവിടെ കിട്ടുന്നു അവരങ്ങോട്ട് പോകും. വി കാൺ ഡു എനിത്തിങ് അബൌട്ട് ദിസ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഫേസൊക്കെ ഇത് കാണിക്കുന്നുണ്ട്. എന്നിട്ടൊരു പ്രശ്നം ഉണ്ടാവുകയും അതിന് ഒരു വില്ലന്മാരൊക്കെ മറ്റേ ഞാൻ അർജുനാണ് വില്ലൻ. ബട്ട് ഇറ്റ് വാസ് ഫൺ വാച്ച്. അതായത് ചുമ്മാ ഇങ്ങനെ നമുക്ക് ഒരു നല്ലൊരു ഇടിപ്പടം കാണുന്നൊരു ലാഘവത്തോടെ ഇരുന്ന് കാണാം. ബട്ട് അഗെയിൻ ഐ എം ടെല്ലിങ് യു, ഇറ്റ്സ് നോട്ട് എക്സ്ട്രാ ഓർഡിനറി ഓർ മൈൻഡ് ബ്ലോയിങ്. ഇറ്റ്സ് എ വെരി ഗുഡ് മൂവി. ഇറ്റ്സ് എ വെരി വൺ ടൈം വാച്ചബിൾ ആക്ഷൻ ഫ്ലിക്ക് ഇൻ മൈ ഒപ്പീനിയൻ. ആക്ഷൻ ചെയ്തേക്കുന്നത് സൂപ്പർ. കുറേ കുറേ ഊളന്മാരെ കൊണ്ടുപോകും അവന്മാർക്ക്. അതാണ് നിങ്ങൾ പടം പോയി കാണുക. പടം കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് താഴെ ഒന്ന് പറയുക. അപ്പാർട്ട് ഫ്രം ദാറ്റ്, അസർബൈജാൻ ആണ് മൊത്തം സിനിമ കാണിച്ചിരിക്കുന്നത്. അസർബൈജാൻ ഒരു വീട്ടിലൊരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ ഇത്തിരി വേറെ എന്തെങ്കിലുമൊക്കെ പിടിക്കുകയായിരുന്നു അതിന് പകരം എന്ന് എനിക്കൊരു ഒപ്പീനിയൻ ഉണ്ട്. പിന്നെ വേളയാടൊക്കെയാണ് ലാസ്റ്റ്. എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു അജിത്ത് പടം. പക്ഷേ പുള്ളിയുടെ വേറെ കുറേ പഴയ കുറേ പടങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് സൂപ്പറാണ്. ബട്ട് നമുക്ക് അങ്ങനത്തെ ഒരു ഇല്ലോജിക്കൽ പരിപാടിയോ അല്ലെങ്കിൽ ഈ എന്തുവാടെ ഇങ്ങനെയെന്നൊക്കെ ചോദിക്കുന്ന പരിപാടികളൊന്നും ഇല്ലാതെ, അല്ലെങ്കിൽ ക്ലൈമാക്സ് ഫൈറ്റ് നടക്കുന്ന സമയത്ത് നടി പാടുന്നതോ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടുള്ള ഒരു സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ള പടം. എനിക്ക് തോന്നുന്നു ആ ഇംഗ്ലീഷ് സിനിമ തന്നെ ആയിരിക്കും എടുത്ത് വെച്ചേക്കുന്നത്. എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്കറിയില്ല എന്താണ് അവസ്ഥയെന്ന്. സോ എനിവേസ് ഇറ്റ്സ് എ ഗുഡ് മൂവി.
ഇൻ മൈ ഒപ്പീനിയൻ. നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ വന്ന് പറയുക ഗൈസ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു. ഇനി അടുത്ത ഏത് പടം ഏതൊക്കെയോ ഉണ്ട് കാണാൻ. എന്തായാലും ബൈ.